നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 187 187. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വിതീയസ്കന്ധം 10-ാം അധ്യായം. ശ്രീ ബാദാരായണീരുവാച. ശ്ലോകം 1. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമൂതയാ മന്വന്തരേഷാനുഗതഃ നിരോധോ മുക്തിരാശ്രയാം. അത്ര സർഗോ വിസർഗശ്ചാസ്ഥാനം പോഷണമൂതയ മന്വന്തരേഷാനുഗത നിരോധോ മുക്തിരാശ്രയാം. അതിൻ്റെ വലിയ വാക്കാർത്ഥമില്ല, എന്നാലും ഇതിൽ ഊതികൾ മന്വന്തരങ്ങളും ഈശ്വരാവതാരങ്ങളും, അതായത് ഈ ഭാഗവത പുരാണത്തിന് 10 ലക്ഷണം എന്നാണ് പറഞ്ഞത്. ആ 10 ലക്ഷണമാണ് 3, 4, 5, 6, 7, 8, 9, 10, 11, 12 10 സ്കന്ധങ്ങളിലായിട്ട് പരന്നു കിടക്കുന്നത്. ആദ്യത്തെ 2 സ്കന്ധം പ്രിയാമ്പിളാണ്. അതിലിപ്പോൾ ഈ ഒരു 10-ാമത്തെ അധ്യായത്തോടു കൂടി 2-ാമത്തെ സ്കന്ധം കഴിയും, ദ്വിതീയ സ്കന്ധം കഴിയും. അപ്പോൾ പ്രഥമസ്കന്ധം ദ്വിതീയ സ്കന്ധം ഭാഗവതത്തിൻ്റെ അടിസ്ഥാനങ്ങളെ പറ്റി പറയുന്ന മൂലസ്രോതസ് എന്ന് പറയാം, ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെയാണ് ഈ 10 ഗുണങ്ങളുള്ള 10 സ്കന്ധങ്ങൾ. ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ പേരാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഭാഗവത പുരാണത്തിൽ സർഗം വിസർഗം സ്ഥാനം പോഷണം, ഊതികൾ മന്വന്തരങ്ങൾ ഈശ്വരാവതാര കഥകൾ നിരോധം മുക്തി ആശ്രയം എന്നീ 10 ലക്ഷണങ്ങളുണ്ട്. ഇങ്ങനെ 10 ലക്ഷണങ്ങൾ തികഞ്ഞത് ശ്രീമദ് ഭാഗവതം മാത്രമാണ്. ബാക്കി 17 പുരാണങ്ങളും ഇതിൻ്റെ പിന്നിൽ നിൽക്കും. ഈ 10 തികഞ്ഞിരിക്കുന്നതിന് മഹാപുരാണമാകുന്നു. സർഗാദി ലക്ഷണങ്ങൾ ക്രമത്തിൽ താഴെ വിവരിക്കുന്നുണ്ട്. ശ്ലോകം നമ്പർ 2. ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാം ഹികലക്ഷണം വർണ്ണയന്തി മഹാത്മാനാ ശ്രുതേന അർത്ഥേന ച അഞ്ജസാം. ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാം ഹികലക്ഷണം വർണ്ണയന്തി മഹാത്മാനാ ശ്രുതേന അർത്ഥേന ച അഞ്ജസാം. 10-ാമത്തിൻ്റെ ആശ്രയമായ ബ്രഹ്മത്തിൻ്റെ വിശേഷേണ ശോധന ചെയ്യുവാൻ വേണ്ടി, ശോധന എന്ന് പറഞ്ഞാൽ അറിവുണ്ടാവാൻ വേണ്ടി, ഇതിൽ സർഗാദികളായ 9 സംഗതികളുടെ ലക്ഷണത്തെ മഹാത്മാക്കൾ ശ്രുതി കൊണ്ടും അർത്ഥം കൊണ്ടും ലഘുബോധമുണ്ടാവാൻ മതിയായ വിധത്തിൽ, ലഘുബോധം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ മഹാബോധമാണത്, വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയുമ്പോൾ, മഹാത്മാക്കൾ ഇവകളിൽ 10-ാമതായ ആശ്രയത്തിൻ്റെ തത്വം സ്പഷ്ടമാക്കുവാൻ വേണ്ടി വേദത്തിൽ പ്രതിപാദിച്ച സ്വരൂപത്താലും അതിൻ്റെ താൽപ്പര്യത്താലും സർഗാദികളായ 9ൻ്റെയും ലക്ഷണങ്ങളെ വ്യക്തമായി പറയുന്നു. 10-ാമതായ ആശ്രയത്തെ, അതാണ് 12-ാമത്തെ സ്കന്ധത്തിൽ, ആശ്രയത്തെ നന്നായി ബോധിപ്പിക്കുന്നത് തന്നെയാണ് പുരാണത്തിൻ്റെ ഉദ്ദേശം എന്ന് സഹൃദയരെ മനസ്സിലാക്കുന്നത് നന്ന്. പുരാണങ്ങളിൽ കാണുന്ന സ്തുതികൾ സാക്ഷാൽ ശ്രുതിബ്രഹ്മത്തെ ഏതുവിധം ബോധിപ്പിക്കുന്നുവോ ആ രീതിയിലും ഇതിൽ 4000 ചില്ലം ശ്ലോകങ്ങൾ ഭഗവാനെ പറ്റി സ്തുതിക്കുന്നതാണ്. അത് തന്നെ വായിച്ചാൽ മതി. ഇത് ആദ്യം ഭാഗവതം പഠിക്കുക, പിന്നെ അതിലത്തെ സ്തുതികൾ 4000 ശ്ലോകങ്ങൾ. എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല അതിനെപ്പറ്റി. അത്രയും
ആ രീതി അപ്പോൾ പറഞ്ഞു, സ്തുതികൾ സാക്ഷാൽ ശ്രുതിബ്രഹ്മത്തെ ഏത് വിധം ബോധിപ്പിക്കുന്നുവോ ആ രീതിയിലും അതാത് കഥകളിൽ താല്പര്യ വൃത്തിസ്ഥാനീയമായ അർത്ഥം കൊണ്ടും ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് 10 ലക്ഷണങ്ങളും ഒരേ വിധത്തിൽ ബ്രഹ്മത്തിൽ തന്നെ പര്യവസാനിക്കുന്നതിൽ നാനാത്വ ശങ്കയ്ക്ക് അവകാശമില്ലെന്ന് സാരം. അതിൽ 3-ാമത്തെ ശ്ലോകം, ഭൂതമാത്രേന്ദ്രിയധിയാം ജന്മസർഗ ഉദാഹൃത ബ്രഹ്മണോ ഗുണവൈഷമ്യാത് വിസർഗ പൗരുഷസ്മൃതാം. ഭൂതമാത്രേന്ദ്രിയധിയാം ജന്മസർഗ ഉദാഹൃത ബ്രഹ്മണോ ഗുണവൈഷമ്യാത് വിസർഗ പൗരുഷസ്മൃതാം. ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ഭൂമിയാദി മുതൽ, അതായത് ഭൂമി, വായു, അഗ്നി, ജലം, ഭൂമി, അല്ലേ? അപ്പോൾ ആകാശം, ഞാൻ അല്ലെങ്കിൽ ഇവിടുന്ന് മേപ്പെട്ട് പോവാം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അപ്പോൾ ശബ്ദാദി തന്മാത്രകൾ, നേത്രേന്ദ്രിയങ്ങൾ, മനസ്സ് മുതലായ അന്ധകരണങ്ങൾ അകത്തുള്ളത്, ഇവയുടെ ഗുണങ്ങളുടെ വിഷമാവസ്ഥ ഹേതുവായിട്ട് ബ്രഹ്മത്തിൽ നിന്ന് ഉൽപ്പത്തി സർഗം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ പുരുഷനാൽ, അതായത് ബ്രഹ്മാവിനാൽ ചെയ്യപ്പെടുന്ന സൃഷ്ടി വിസർഗമെന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയാണെന്ന് പറയണ്ടായി. അത് കുറച്ചുകൂടി ഭാവാർത്ഥം വരുമ്പോൾ ക്ലിയർ ആവും. ഇത് മുതൽ 7 ശ്ലോകം കൊണ്ട് സർഗാദികളായ 10ൻ്റെയും ലക്ഷണം വെവ്വേറെ പറയുന്നു. ആകാശാദികളായ ഭൂതങ്ങൾ, ശബ്ദാദികളായ മാത്രകൾ, കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങൾ, മനസ്സ് മുതലായ അന്ധകരണങ്ങൾ, ഇവകൾ ഗുണങ്ങളുടെ ക്ഷോഭം നിമിത്തം, അതായത് സമ്മിശ്രാവസ്ഥ, ഒന്നിലും ഉറച്ചു നിൽക്കാത്തൊരവസ്ഥ എന്ന് പറയും. ഗുണങ്ങളുടെ ക്ഷോഭം നിമിത്തം, മായ എന്നും പറയാം, പരമാത്മാവിൽ നിന്നുണ്ടായി എന്ന് കാണിക്കുന്നത് സർഗം എന്ന് പറയപ്പെടുന്നു. വൈരാജൻ എന്ന് പറയപ്പെടുന്ന പുരുഷനാൽ, ബ്രഹ്മാവിനാൽ ചെയ്യപ്പെടുന്ന ചരാചരാത്മകമായ സൃഷ്ടിക്ക് വിസർഗം എന്ന് പറയുന്നു. സർഗം, വിസർഗം, അല്ലേ? ഇനി 4-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? സ്ഥിതിർവൈകുണ്ഠ വിജയ പോഷണം തദനുഗ്രഹ മന്വന്തരാണി സദ്ധർമ്മ ഊദയ കർമ്മവാസനാം. സ്ഥിതിർവൈകുണ്ഠ വിജയ പോഷണം തദനുഗ്രഹ മന്വന്തരാണി സദ്ധർമ്മ ഊദയ കർമ്മവാസനാം. അപ്പോൾ പറഞ്ഞു, ഭഗവാന്റെ സർവോത്കർഷണ സൂചകമായ, സർവ ഉത്കർഷണ സൂചകമായ അവതാരാദികൾ, സ്ഥിതി, അതായത് സ്ഥാനമെന്നും ലോകത്തെക്കുറിച്ചുള്ള ഭഗവാന്റെ അനുഗ്രഹം പോഷണമെന്നും സത്തുക്കളായ മനു മുതലായവരുടെ അനുഷ്ഠാന രൂപമായ ധർമ്മം പറഞ്ഞ പോരാ, ധർമ്മം ആചരിക്കണം. അതാണ് അനുഷ്ഠാന രൂപമായ എന്ന് പറയാൻ കാരണം. പിന്നെ മന്വന്തരങ്ങളെന്നും കർമ്മങ്ങളുടെ വാസനകൾ ഊതികളെന്നും പറയപ്പെടുന്നു. ഊയന്തേ എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധിപ്പെടുന്നു എന്നതുകൊണ്ട് ഊതികൾ എന്ന് പേരുണ്ടായി എന്ന് അതിനൊരു ഡിസ്ക്രിപ്റ്റീവ് മീനിങ് കൊടുക്കണ്ടായി. ഇനി ഇതിൻ്റെ ഒരു ഭാവാർത്ഥം വരികയാണ്. ഭഗവാന്റെ അവതാരങ്ങളാൽ ലോകങ്ങളെ മര്യാദ തെറ്റാതെ പാലിക്കുന്നത്. ഭഗവാൻ മര്യാദ തെറ്റാതെ കൊണ്ട് പാലിക്കുന്നു, പക്ഷെ നമ്മളോ മര്യാദ തെറ്റിച്ച് പാലിക്കുന്നു. അത് രണ്ടും ഒപ്പം പോവില്ല. അപ്പോൾ അതിൻ്റെ ചില പോരായ്മകൾ നമുക്കുണ്ടാവും. പോരായ്മകളല്ല, നാശങ്ങൾ തന്നെ വേണം പറയാൻ, കേട്ടോ. അപ്പോൾ പറഞ്ഞു, ലോകങ്ങളെ മര്യാദ തെറ്റാതെ പാലിക്കുന്നത് സ്ഥാനം എന്നും ആ ഭഗവാൻ ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ പോഷണം എന്നും. അപ്പോൾ നമ്മൾക്ക് പോഷണം ആഹാരത്തിൽ നിന്ന് മാത്രം മതിയാവില്ല, പിന്നെയോ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ശോഭന മന്വന്തരങ്ങളെന്നും കർമ്മവാസനകൾക്ക് ഊതികളെന്നും പേര്. കർമ്മങ്ങൾ കൊണ്ടാണല്ലോ പ്രപഞ്ചത്തിൽ അഭിവൃദ്ധി കാണപ്പെടുന്നത്. ഊതികൾ അഭിവൃദ്ധികളെന്ന് സാരം. അത് കഴിഞ്ഞിട്ട് 5-ാമത്തെ ശ്ലോകം വരുന്നു. അവതാരാനുചരിതം ഹരേശ്ച അവതാനാനുചരിതം ഹരേശ്ച അസ്യ അനുവർത്തിനാം.
അനുവർത്തിനാം ഹരേശ്ച അസ്യ ഹരേശ്ച അസ്യ അനുവർത്തിനാം പുംസാം ഈശകഥാ പ്രോക്ത നാനാഖ്യാനോപബൃംഹിതാം അവതാരാനുചരിതം ഹരേശ്ച അസ്യ അനുവർത്തിനാം പുംസാം ഈശകഥാ പ്രോക്ത നാനാഖ്യാനോപബൃംഹിതാം. ഹരിയുടെ അവതാരങ്ങളിൽ നടന്ന സംഗതികൾ ഭഗവാന്റെ അനുചരന്മാരായ പുരുഷന്മാരുടെ ജനങ്ങളുടെ അനേകവിധ കഥകൾ കൊണ്ട് വിപുലമായിരിക്കുന്ന ചരിത്രങ്ങളും ഈശ്വരകഥകളെന്ന് പറയപ്പെടുന്നു. ഈശ്വരകഥകളെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉൽപ്പത്തി, പരിപാലനം, ലയനം, ഇതിൻ്റെ ഇടയിൽ വ്യക്തികളുടെ ഉന്നമനം ശ്രേഷ്ഠമാകുന്ന രീതിയിൽ ഉയർന്നുയർന്ന് വന്ന് താഴെ പതിക്കാതെ കണ്ട്, നരകത്തിൽ പ്രവേശിക്കാതെ കണ്ട്, സ്വർഗം എന്നുള്ള അമാനുഷിക സ്ഥലത്ത് എത്താതെ കണ്ട് നേരെ വൈകുണ്ഠപ്രാപ്തിക്ക് എത്തുക. അതാണ് ധർമാർത്ഥ കാമ മോക്ഷം എന്ന് പറഞ്ഞത്. ആ അവസ്ഥയിലേക്ക് എത്തുന്നതൊക്കെ ഈശ്വരകഥകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാവാർത്ഥം വളരെ ചെറുതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വിഷ്ണുവിൻ്റെ അവതാര ചരിത്രവും വിഷ്ണു ഭക്തന്മാരുടെ അനേകങ്ങളായ കഥകളും ഈശാനുചരിതം, ഈശ്വര കഥകൾ എന്ന് പറയപ്പെടുന്നു എന്ന് പറഞ്ഞു. ശരി. 6ാമത്തെ ശ്ലോകം. നിരോധോ അസ്യാനുശയനം ആത്മന സഹശക്തിഭി മുക്തിർഹിത്വാന്യ അന്യഥാരൂപം സ്വരൂപേണ വിവസ്ഥിതാം. നിരോധോ അസ്യ അനുശയനം ആത്മന സഹശക്തിഭി. അവിടെ മുറിച്ച് വായിച്ചാൽ മതി. നിരോധോ അസ്യ അനുശയനം, നിരോധോ അസ്യ അനുശയനം ആത്മന സഹശക്തിഭി മുക്തിർഹിത്വാ അന്യഥാരൂപം സ്വരൂപേണ വിവസ്ഥിതാം. അപ്പോൾ പറഞ്ഞു, ഈ ആത്മാവിൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ ശക്തികളോടുകൂടെയുള്ള ലയം നിരോധമെന്നും ബ്രഹ്മജന്യമായ ദേഹാത്മഭാവത്തെ വെടിഞ്ഞിട്ട് യഥാർത്ഥ രൂപത്തോടു കൂടിയ ഇരുപ്പ് മുക്തി എന്നും പറയപ്പെടുന്നു. അങ്കലാപ്പോടുകൂടി ജീവൻ ഇരിക്കുന്നത് മായയിൽ കുടുങ്ങിയിരിക്കുന്ന അവസ്ഥ. അങ്കലാപ്പില്ലാണ്ട് സ്വതസിദ്ധമായ ചൈതന്യമാണ് ഞാൻ ബ്രഹ്മസ്വരൂപനാണ്, എൻ്റെ ഉള്ളിൽ ബ്രഹ്മചൈതന്യമുണ്ട് എന്ന് പറയാൻ സാധിച്ചാൽ അത് മുക്തിയായി. പറഞ്ഞ പോലെ അനുഭവം, ദുഃഖിക്കാണ്ടിരിക്കുക. ചുരുക്കത്തിൽ ദുഃഖങ്ങൾക്ക് അവധി കൊടുക്കാൻ സാധിച്ചോ, മോക്ഷം തന്നെയാണത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. വിഷ്ണു യോഗനിദ്രയെ പ്രാപിക്കുന്ന സമയം ഈ ജീവൻ ഇന്ദ്രിയാന്തകരണങ്ങളാകുന്ന സ്വശക്തികളോടുകൂടെ, അപ്പം ഇന്ദ്രിയങ്ങളും അന്ധകരണതും എന്താ, സ്വശക്തികളോടുകൂടെ ഭഗവാനിൽ ലയിക്കുന്നതിന് നിരോധമെന്നും അവിദ്യയാൽ ശരീരാദികളെ ആത്മാവെന്ന് വിചാരിക്കുന്നതായ ഭ്രമത്തെ ഉപേക്ഷിച്ച് ബ്രഹ്മസ്വരൂപമായിരിക്കുന്നതിന് മുക്തി എന്നും പേർ. അപ്പോൾ നമ്മുടെ ഉള്ളിലാണ് ഈ പ്രതിഭാസം, അമ്പലത്തിലോ ക്ഷേത്ര കോംപ്ലക്സുകളോ അല്ല എന്ന് മഹാത്മാക്കളായിട്ടുള്ള ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ മനസ്സിലാക്കണം. എൻ്റെ ബുദ്ധിയുടെ ഉയർച്ച അല്ലെങ്കിൽ എൻ്റെ പരിതാപങ്ങളെ മനസ്സിലാക്കി അവയ്ക്ക് ഞാൻ അവധി കൊടുത്താൽ പിന്നെ എൻ്റെ ഉള്ളിൽ സ്വതസിദ്ധമായി പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആ വാസുദേവ ചൈതന്യത്തെ അകക്കണ്ണുകൊണ്ട് അനുഭവിക്കുക, അകക്കണ്ണുകൊണ്ട് കാണുകയല്ല, അകക്കണ്ണുകൊണ്ട് അനുഭവിച്ചാൽ മോക്ഷമായി. അപ്പോൾ അതാണ് ബ്രഹ്മത്തെ ഉപേക്ഷിച്ച് ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന മുക്തി. ഞാൻ ബ്രഹ്മസ്വരൂപമാണ് എന്നുള്ളൊരു ധാരണ വേണം. ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ജീവിതം അർത്ഥമില്ലാണ്ടാവും. അടുത്ത ശ്ലോകം 7. ആഭാസശ്ച നിരോധശ്ച യതശ്ച അധ്യവസീയതേ
സ ആശ്രയ പരം ബ്രഹ്മ പരമാത്മേതി ശബ്ദതേ. അതായത് ആഭാസശ്ച നിരോധശ്ച യതശ്ച അധ്യവസീയതേ സ ആശ്രയ പരം ബ്രഹ്മ പരമാത്മേതി ശബ്ദതേ. തൻ്റെ ഉള്ളിലുള്ള ബ്രഹ്മത്തെ ആശ്രയിക്കുന്നതാണ് ആശ്രയം. 12ാമത്തെ സ്കന്ധം പറഞ്ഞത് എവിടെയാണ് പറഞ്ഞത്? തൻ്റെ ഉള്ളിലുള്ള ബ്രഹ്മചൈതന്യത്തെ ആശ്രയിക്കുക. ബാക്കി ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ഏതൊക്കെ വിഗ്രഹമുണ്ടോ അതൊക്കെ എൻ്റെയും നിങ്ങളുടെയും ബ്രഹ്മചൈതന്യത്തിൻ്റെ പ്രതിബിംബമാണെന്ന് മനസ്സിലാക്കിയാൽ പരിഭ്രമം തീർന്നു. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പട്ടാമ്പിക്ക് തലയ്ക്ക് സുഖമില്ല എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. അത് തോന്നുന്നത് മായയാണ്. പട്ടാമ്പി ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. പട്ടാമ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്താ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, തൻ്റെ ഉള്ളിലുള്ള ബ്രഹ്മചൈതന്യത്തെ മനസ്സിലാക്കി അത് നയിക്കുന്ന വഴി കൂടെ യാത്ര ചെയ്താൽ സദാസേവിയായി അതിനൊരു ബലമുണ്ട്. അതാണ് സമാധാനം, ബാലൻസിങ് ആക്ട്. ജീവിതത്തിൽ എന്ത് തന്നെ അബദ്ധം വന്നാലും അതിനെയൊക്കെ പോസിറ്റീവാക്കാനും ഈ ജഗദീശ്വരനെ ആശ്രയിച്ചുള്ള ജീവിതം പരമസന്തുഷ്ടമായൊരവസ്ഥ പ്രദാനം ചെയ്യും. അത് ഏതാ അവസ്ഥ? പുനരഭി ജനനം പുനരഭി മരണം ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇനി അപ്പോൾ ഇതിൻ്റെ അപ്പോൾ വാക്കാർത്ഥം എങ്ങനെയാ പറയാ? ആവിർഭാവവും പ്രളയവും യാതൊന്നിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുവോ, അതായത് ആത്മാവിൽ നിന്ന്. പരബ്രഹ്മമെന്നും പരമാത്മാവെന്നും യാതൊരുവൻ പറയപ്പെടുന്നുവോ? ഈശ്വരനെയാണ് പറഞ്ഞത്, അത് നമ്മുടെ ജീവനെയാണ് പറഞ്ഞത്. അവൻ, ആ ഈശ്വരൻ ആശ്രയം എന്ന് പറയപ്പെടുന്നു. ഈശ്വരൻ ആശ്രയിച്ച ക്ഷേത്രങ്ങളിലേക്ക് ഓടേണ്ട ആവശ്യമില്ല. ക്ഷേത്രത്തിൽ മെല്ലെ നടന്നു പോയിട്ട് പ്രദക്ഷിണാദികൾ ചെയ്ത് നമസ്കാരാദികൾ ചെയ്ത് ഒരു 5 മിനിറ്റ് ഇരുന്ന് ധ്യാനിക്കുക. എന്താ കാര്യം ശരിയായി പ്രദോഷമല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഭാവാർത്ഥം വരും. ജഗത്തിൻ്റെ ഉൽപ്പത്തിയും പ്രളയവും ആരെ ആശ്രയിച്ച് നടക്കുന്നു? നമ്മൾ ജനിച്ച് ഈ ഭൂമിയിൽ വീണാൽ തുടങ്ങിയായി പ്രപഞ്ചമുണ്ട് എന്നുള്ളൊരു ധാരണ. ആ പ്രപഞ്ചത്തിൽ ഇരുന്ന് പ്രപഞ്ചത്തിൻ്റെ നിയന്താവ് ജഗദീശ്വരനാണെന്നും ആ ജഗദീശ്വരൻ തന്നെയാണ് ഒരു തേജോപുഞ്ചമായിട്ട് എൻ്റെ ഉള്ളിൽ തേജസ്സായിട്ട് വർത്തിക്കണതെന്നും ആ തേജസ്സിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ കർമ്മകുശലത കാണിക്കുകയാണെങ്കിൽ എനിക്ക് ധർമാർത്ഥകാമ മോക്ഷത്തിലെത്താൻ സാധിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആര് ഈ ലോകത്തെ ഈ കാണുന്ന വിധത്തിൽ പ്രകാശിപ്പിക്കുന്നുവോ, ആരിൽ ലയിക്കുമ്പോൾ ഈ ലോകം ഈ വിധത്തിൽ കാണപ്പെടാതിരിക്കുന്നുവോ ആ വസ്തു ഈ ലോകത്തിൻ്റെ ആശ്രയമാകുന്നു. പരബ്രഹ്മമെന്നും പരമാത്മാവെന്നും പേർ പറയപ്പെടുന്ന ആ വസ്തുവിനെ ആശ്രയം എന്ന് തന്നെ ആചാര്യന്മാർ പേരിട്ടിരിക്കുന്നു. നമ്മളൊന്നും മനസ്സിലാക്കണില്ല. കാരണം എന്താ? സമയമായില്ല പോലും. സമയമായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 8ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. യോ അധ്യാത്മികോ അയം പുരുഷ സ ആസാവേവ അതിദൈവിക യദസ്ത്രോ ഭയവിച്ഛേദ പുരുഷോ ഹി അതിഭൗതിക. യോ അധ്യാത്മികോ അയം പുരുഷ സ അസാവേവ അതിദൈവിക യസ്തത്രോ ഭയവിച്ഛേദ യസ്തതോ അഭയവിച്ഛേദ. നോക്കട്ടെ, അത്ര ഉഭയവിച്ഛേദാണ്. യദസ്തോ ഉഭയവിച്ഛേദ യദസ്തോ ഉഭയവിച്ഛേദ പുരുഷോ ഹി അതിഭൗതിക. അപ്പോൾ പറയണു, നേത്രാദികളായ ഇന്ദ്രിയങ്ങളെ അഭിമാനിക്കുന്ന പുരുഷൻ, അതായത് ജീവൻ യാതൊന്നാകുന്നുവോ
ആ ഇവൻ തന്നെ ആദിദൈവം എന്ന് പറയപ്പെടുന്നു. അതിൽ ഉഭയവിച്ഛേദം രണ്ടുവിധം ഭേദത്തോടു കൂടിയവൻ യാതൊരുവനോ ആ പുരുഷൻ, ആ ശരീരം അതിഭൂത സംഭവമെന്ന് പറയപ്പെടുന്നു. അതിനെ ഭാവാർത്ഥം പറയുമ്പോൾ വിശേഷമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ആശ്രയ സ്വരൂപത്തെ അപരോക്ഷാനുഭവ രൂപേണ സ്പഷ്ടമാക്കി കാണിപ്പാനായിട്ട് അധ്യാത്മം എന്ന് തുടങ്ങിയുള്ള വിഭാഗത്തെ കാണിക്കുന്നു. ശരീരത്തിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്നതാൽ ആധ്യാത്മികൻ എന്ന് പറയപ്പെടുന്നു. ശരീരത്തിൻ്റെ അധിഷ്ഠാനം ആരാ? ജീവനാ, പരബ്രഹ്മ. അതാണ് ആധ്യാത്മികം. പുരുഷൻ അപ്പോൾ ആധ്യാത്മം എന്ന് പറയപ്പെടുന്ന പുരുഷൻ ആരാകുന്നുവോ ആ പുരുഷൻ തന്നെ സകല ദേവന്മാർക്കും അധിഷ്ഠാനമായിരിക്കുന്നതിനാൽ എന്നിലും നിങ്ങളിലും ജീവസ്വരൂപേണ ഇരിക്കുന്ന ആ പരബ്രഹ്മ തേജസ് തന്നെയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ ദേവതമാർക്കും ഈശ്വരൻ എന്ന് അറിഞ്ഞാൽ ഈ അഹം ബ്രഹ്മാസ്മിയുടെ വിപുലത, ശ്രേഷ്ഠത എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിന് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് അപ്പോൾ അധിഷ്ഠാനമായി ആദിദൈവികൻ എന്നും അധ്യാത്മശബ്ദത്താൽ പ്രതിപാദിക്കപ്പെട്ട ജീവനും ആദിദൈവിക ശബ്ദത്താൽ പറയപ്പെട്ട പരമാത്മാവിനും വേറെ അല്ലാത്ത പ്രകൃതിയോടുകൂടെ ഒന്നാണ്. ദേഹരൂപനായിരിക്കുന്നവൻ ഏതൊരുവനോ അവനെ ആദിഭൗതികൻ എന്നും, ദേഹരൂപനായിരിക്കുന്നവൻ. അതാണ് ആ ജീവന് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ശരീരം വേണം. ഇപ്പോൾ ഈ അന്തരീക്ഷത്തിൽ ബ്രഹ്മ ചൈതന്യം എത്രയെന്ന് പറയാൻ വയ്യ, കാരണം തിങ്ങി വിങ്ങി നിൽക്കണം. അപ്പോൾ ഏകമായ ആശ്രയം ഇങ്ങനെ 3 വിധത്തിൽ, ഒരേ ആൾ 3 വിധത്തിൽ വ്യവഹരിക്കപ്പെടുന്നു. ഈ വ്യവഹാരത്തിന് ആശ്രയമായിരിക്കുന്ന ഏകമായ തത്വത്തെയാണ് ആശ്രയ ശബ്ദത്താൽ കാണിച്ചിരിക്കുന്നതെന്ന് സാരം. ചക്ഷുരാദികളായ കണ്ണ്, മൂക്ക്, ചെവി മുതലായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കണ്ടു, കേട്ടു എന്നിങ്ങനെ അഭിമാനിക്കുന്ന ജീവന് അധ്യാത്മാവെന്ന് പേര്. നേത്രാദികളായ ഇന്ദ്രിയങ്ങളിൽ പ്രകാശരൂപേണ വസിക്കുന്ന സൂര്യാദികൾക്ക് അതിദൈവമെന്ന് പേര്. ഈ രണ്ടും ഏതൊരു ശരീരത്തിലിരിക്കുന്നുവോ അതിനെ അതിഭൂതം എന്ന് പറയുന്നു. വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മനസ്സിലാക്കാൻ കുറച്ച് ക്ഷമ വേണമെന്ന് മാത്രം. 9ാമത്തെ ശ്ലോകം. ഏകം ഏകതരാഭാവേ യഥാ ന ഉപലഭാമഹേ ത്രിതയം തത്രയോ വേദ സ ആത്മാ സ്വാശ്രയാശ്രയ ഏകം ഏകതരാഭാവേ യഥാ ന ഉപലഭാമഹേ ത്രിതയം തത്രയോ വേദ സ ആത്മാ സ്വാശ്രയാശ്രയാം. ഏകം ഏകതരാഭാവേ എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിൻ്റെ അഭാവത്താൽ യഥാ ന ഉപലാമഹേ, യഥാ ന ഉപലാഭാമഹേ എപ്പോൾ കാണുന്നില്ലയോ അതിലുള്ള യാതൊരുവൻ മൂന്നിനെയും അറിയുന്നുവോ. നമ്മുടെ ഉള്ളിലുള്ള ജീവൻ ഈ മൂന്നിനെയും, ആദിഭൗതികം, ആദിദൈവികം, അതിഭൂതം എന്നൊക്കെ പറയണ്ടല്ലോ, അതിനൊക്കെ അറിയും. മൂന്നിനെയും അറിയുന്നുവോ. തന്നെ ആശ്രയിച്ച് ഉപജീവിക്കുന്ന ആ മൂന്നിനും, തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ മൂന്നിനും ആശ്രയമായിരിക്കുന്ന അവൻ ആത്മാവാകുന്നു. അതാണ് അതിൻ്റെ വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഈ മൂന്നിൻ്റെ മധ്യത്തിൽ ഒന്നില്ലെങ്കിൽ മറ്റൊന്നിനെയും നമ്മൾ അറിയുകയില്ല. ആകയാൽ ഈ മൂന്നിനെയും ഏതൊരുവൻ സാക്ഷിയായിരുന്നറിയുന്നുവോ അവൻ തന്നെ പരമാത്മാവ്. അവൻ അന്യങ്ങളെ ആശ്രയിക്കാത്തതിനാൽ തനിക്ക് താൻ തന്നെ
അതാണ് തന്നിൽ കവിഞ്ഞൊരു ദൈവമില്ല എന്ന് പറഞ്ഞത്. പട്ടാമ്പി എന്തെങ്കിലും പറയണത് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. അത് എൻ്റെ ഗുരുനാഥൻ്റെയും എൻ്റെ അഭിവന്ദ്യ പിതാവിൻ്റെയും അനുഗ്രഹാശസ്സുകൾ എന്നല്ലാണ്ട് എനിക്ക് വേറൊന്നും പറയാനില്ല. എന്നിൽ കവിഞ്ഞൊരു ദൈവമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ കവിഞ്ഞിട്ടൊരു ദൈവമില്ല എന്ന സത്യം. ഓരോരുത്തരിലും ഉള്ള ജീവനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? അപ്പോൾ തനിക്ക് താൻ തന്നെ ആശ്രയമായിരിക്കുന്നവൻ, ഇതാണ് സ്ത്രീകളും പുരുഷന്മാരും. ഐദർ സ്പൗസ് അകാല ചരമം അടയുമ്പോൾ പിടിവള്ളിയായിട്ട് ഒരു പ്രമാണം വേണം. എന്താ? ഞാൻ തന്നെയാണ് ഈ ലോകത്ത് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇന്നലെയും ഇന്നും നാളെയും. ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യ ഉണ്ടാവുന്നതിൻ്റെ മുമ്പേയും ഉണ്ടായിക്കഴിഞ്ഞ ശേഷവും അവരെ തിരോധാനം ചെയ്തതിന് ശേഷവും അവരവരുടെ ചൈതന്യത്തിനെ മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പദ്ധതി, ഈ ഒരു വിശേഷ വർത്തമാനം അറിഞ്ഞവരൊക്കെ രക്ഷപ്പെടും. കാരണം എന്താ? ചരച്ചാൽ മൊട്ടാൻ മണിയടിച്ചാൽ ചോറയെന്ന് പറയും. തനിക്ക് താനും പുരയ്ക്ക് തൂണെന്നും പറയും. ഈ പറയലൊക്കെ എന്നെയും നിങ്ങളെയും മറ്റൊരാളുടെ അടിമകളല്ലാതെ കണ്ട് സ്വതസിദ്ധമായ തേജസ്സിൻ്റെ വൈഭവം അറിഞ്ഞ് പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും കഴിഞ്ഞാൽ മതി. ഈ വിദ്യ എന്തിനാ അറിയണത്? ഈ വിദ്യ, പരാവിദ്യ, എന്നിൽ കവിഞ്ഞൊരു ദൈവമില്ല എന്ന് അഹങ്കാരത്തിനല്ല, അഹങ്കാരമില്ലാണ്ടാക്കാനാണ്. ബി കെയർഫുൾ. പറഞ്ഞേ. അപ്പോൾ മറ്റുള്ളവർക്ക് അവൻ ആശ്രയബോധൻ. അവനെ കൂടാതെ മറ്റൊന്നും പ്രകാശിക്കയില്ല. എന്നിലെ തേജസ്, നിങ്ങളുടെ തേജസ്സാണ് സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് സത്യം. അവരൊക്കെ ദേവന്മാരല്ലേ? ആരെ? ചന്ദ്രനും സൂര്യനും. അതെ, അവരെ നിശ്ചയിക്കുന്നതും അവരെ കൊണ്ടുള്ള അനുഭവം എടുക്കുന്നതും എടുക്കാതെ കണ്ടിരിക്കുന്നതും ആരാ? അവരവരുടെ ചൈതന്യമാണ്. എന്നിലും നിങ്ങളിലും ഈ ബ്രഹ്മചൈതന്യം ഇല്ലെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും അഗ്നിനെയൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ടീച്ചർമാരെ, സഹോദരി സഹോദരന്മാരെ, അപ്പോൾ അവനെ കൂടാതെ മറ്റൊന്നും പ്രകാശിക്കയില്ല. അധ്യാത്മം, അതിദൈവം, അതിഭൂതം. അധ്യാത്മം, അതിദൈവം, അതിഭൂതം. ഈ മൂന്നും ഒന്നോടൊന്ന് സംബന്ധിച്ചല്ലാതെ വിളങ്ങുകയില്ല, ഒറ്റയ്ക്ക് നിൽക്കില്ല. വിഷയങ്ങളെ ഗ്രഹിക്കുകയില്ല. അതിനാൽ സ്വതേ പ്രകാശമുള്ളവയല്ല. ഈ മൂന്നിനെ പ്രകാശിപ്പിച്ചും അന്യാശ്രയം കൂടാതെ സ്വയം പ്രകാശിച്ചും കൊണ്ടിരിക്കുന്നതാണ് ആത്മസ്വരൂപം എന്ന് അറിഞ്ഞാൽ ആ അറിവുള്ളവരൊക്കെ രക്ഷപ്പെടും. 10ാമത്തെ ശ്ലോകം. പുരുഷോ അണ്ഡം വിനിർഭിദ്യ യദാസോ യത് ആസോ സവിനിർഗത അസോ യത് അസോ യത് യത് അസോ സവിനിർഗത ആത്മനോ അയനം അയനം അണ്ഡം വിനിർഗഭ്യ. അണ്ഡത്തെ ഒരു മിനിറ്റ് കേട്ടോ. അപ്പോൾ ശുദ്ധനായവൻ അയനം അന്യശ്ചൻ. അതെ, അയനം അന്യശ്ചൻ, അന്യശ്ചൻ ശുചി അപ. പുരുഷോ അണ്ഡം വിനിർഭിദ്യായത അസോ യത് അസോ സവിനിർഗത ആത്മനോ അയനം ആത്മനോ അയനം. അതെ, ആത്മനോ അയനം അന്യശ്ചൻ 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 അപോ അസ്രാക്ഷി ശുചി ശുചി. ശുചി അപ, ശുദ്ധമായ ജലത്തെ അസ്രാക്ഷീത് അസ്രാക്ഷീത് അപ അസ്രാക്ഷീത്. ശ്ലോകങ്ങളുടെ കൂട്ടക്ഷരം വരുമ്പോൾ ഞാൻ തെറ്റായിട്ട് പറഞ്ഞാൽ
നിങ്ങൾക്ക് വിഷമാവും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തെറ്റുകൾ ഞാൻ തിരുത്തുകയാണ്. അപ്പോൾ പുരുഷോ അണ്ടമിനിർഭിദ്ധ്യ യഥാ അസോ സവിനിർഗത ആത്മനോ അയനം അന്വേഷൻ അപ അസ്രാക്ഷീത് ശുചി എന്ന് തന്നെ പറയണം. അപ്പോൾ പറഞ്ഞു, ഈ പുരുഷൻ, വിരാട് പുരുഷൻ അണ്ടത്തെ പിളർന്നിട്ട് എപ്പോൾ പുറത്തേക്ക് വന്നുവോ, അതായത് ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നുവോ, അപ്പോൾ ശുദ്ധനായ അവൻ വാസസ്ഥാനത്തെ അന്വേഷിച്ചുകൊണ്ട് ഗൃഹം ശുദ്ധമായ ജലത്തെ സൃഷ്ടിച്ചു. ഇനി അതിൻ്റെ ഒരു വാക്കാർത്ഥം പറഞ്ഞു നിർത്താം. അതെ വാക്കാർത്ഥം, ഭാവാർത്ഥം കൊണ്ട് നിർത്താം. വിരാട് പുരുഷനിൽ നിന്ന് ഈ ലോകം ഏതു വിധത്തിൽ ഉണ്ടായെന്ന് പരീക്ഷിത്ത് രാജാവ് ചെയ്ത ചോദ്യത്തിന് ഉത്തരം വിസ്തരിച്ച് പറയുവാൻ ശുഖബ്രഹ്മർഷി തുടങ്ങുന്നു. എപ്പോൾ വിരാട് പുരുഷൻ അണ്ടത്തെ പിളർന്ന് വെളിയിൽ വന്നുവോ, അപ്പോൾ തനിക്ക് ഇരിപ്പാനുള്ള സ്ഥാനം ഏതാണെന്ന് ആലോചിച്ചു. പരിശുദ്ധനായ പുരുഷൻ അതിശുദ്ധമായ നുര, തിരമാല മുതലായ ഒന്നുമില്ലാത്ത ജലം സൃഷ്ടിച്ചു. ആ ജലത്തോട് വായു ചേരുമ്പോഴാണ് തിരമാലകൾ ഉണ്ടാവുന്നത്. തിരമാലകളിൽ നിന്നാണ് നുര ഉണ്ടാവുന്നത്. ജലത്തിനെ ഭഗവാൻ നിയമിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ആ പരമപുരുഷൻ്റെ അനുഗ്രഹാശിസ്സുകൾ നമുക്കെല്ലാവർക്കും ധാരാളം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം.